ബംഗ്ലാദേശിൽ ഹിന്ദു വംശഹത്യ തുടരുകയാണ്. ഹിന്ദു മാധ്യമപ്രവർത്തകനായ റാണ പ്രതാപിനെയാണ് തലയ്ക്ക് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ഐസ് ഫാക്ടറി ഉടമയും പ്രാദേശിക മാധ്യമ സ്ഥാപനത്തിൻ്റെ ഉടമയുമാണ് കൊല്ലപ്പെട്ടത്. വൈകുന്നേരം 6 മണിയോടെ കൊബാലിയ ബസാർ പ്രദേശത്താണ് സംഭവം. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സാന്ദ്ര ഷാജി ചേരുകയാണ്. സാന്ദ്ര, വീണ്ടും അരും കൊല. ഹിന്ദു മാധ്യമപ്രവർത്തകനാണ് കൊല്ലപ്പെട്ടത്. എപ്പോഴായിരുന്നു സംഭവം? മറ്റു വിശദാംശങ്ങൾ കൂടി. ബംഗ്ലാദേശിൽ നിന്നും പുറത്തു വരുന്നത് ഹിന്ദു വംശഹത്യ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോഴും വരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ കുറച്ചധികം ഹിന്ദുവായിട്ടുള്ള ആളുകൾ മരിച്ചു എന്നുള്ള വാർത്തകളൊക്കെ നമ്മളടക്കം പബ്ലിഷ് ചെയ്തിരുന്നു. അതിന് തുടർച്ചയായിട്ടാണ് ഇന്നൊരു ഹിന്ദു മാധ്യമപ്രവർത്തകന് ജീവൻ നഷ്ടമായിരിക്കുന്നത്. റാണ പ്രതാപ് എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം ഐസ് ഫാക്ടറി ഉടമ കൂടിയാണ്. അദ്ദേഹത്തെ ഫാക്ടറിയിൽ നിന്നും വിളിച്ചിറക്കിയാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് തലയ്ക്ക് വെടിവെച്ചു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ 7 ബുള്ളറ്റുകൾ അടക്കമാണ് അദ്ദേഹത്തിന്, അതായത് കൃത്യമായി പറഞ്ഞാൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ഉണ്ടായിരിക്കുന്ന. ഒരാളെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ ഫാക്ടറിയിൽ നിന്നും വിളിച്ചിറക്കി പുറത്തു കൊണ്ടുവന്ന് ജനങ്ങളുടെ ഇടയിൽ നിന്നാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഹിന്ദു വംശഹത്യ തുടരുന്നു എന്ന് തന്നെയാണ് ഇത് പറയുന്നത്. ബൈക്കിലെത്തിയ ഒരു സംഘമാണ് അദ്ദേഹത്തെ ആക്രമിച്ചതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അന്വേഷണം കൃത്യമായി നടക്കുന്നു എന്നാണ് പോലീസ് അടക്കം പറയുന്നത്. ഇതിനു മുന്നേയും രണ്ട് പേർ കൊലപ്പെടുകയും ഒരാൾ ഭയാനകമായിട്ടുള്ള ആക്രമണം നേരിടുകയും ചെയ്ത സാഹചര്യം ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നു. നമ്മളടക്കം അതിനനുസരിച്ചുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് തന്നെ. അതിൻ്റെ ഒരു ഏറ്റവും അവസാനത്തെ എക്സാമ്പിളായിട്ട് നമുക്ക് റാണ പ്രതാപിൻ്റെ അവസ്ഥ പറയാൻ കഴിയും. കിപ്പി, യെസ്, ബംഗ്ലാദേശിൽ ഹിന്ദു വംശഹത്യ തുടരുകയാണ്. സാന്ദ്ര ഷാജിയാണ് വിവരങ്ങൾ നൽകിയത്.